रमदान मुबारक। റംദാൻ മുബാറക്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി റംസാൻ, റംസാൻ മുബാറക്, റംസാൻ കരീം. എന്താണെങ്കിലും എല്ലാവർക്കും എല്ലാവിധ സന്തോഷം നേരിട്ട്. വി ആർ എൻട്രിങ് ദ ഹോളി മന്ത് ഓഫ് റംസാൻ. നമുക്ക് റംസാൻ എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ കുവൈറ്റിലായിരുന്നല്ലോ, ഭയങ്കര എക്സൈറ്റഡ് സന്തോഷമുള്ള ടൈമായിരുന്നു. കാരണം 6 മണി 6:30 ആകുമ്പോൾ അങ്ങോട്ട് ഇറങ്ങുവാണല്ലോ ഭക്ഷണത്തിൽ. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇപ്പോൾ നമ്മൾ ഇന്നും ഗ്രാൻഡ് ഹയാത്തിലാണ്. വിഷുവിന് ഗ്രാൻഡ് ഹയാത്തിലായിരുന്നു, ഇന്നും ഗ്രാൻഡ് ഹയാത്തിലാണ്. പ്രിയ, യുവർ ഫേവറേറ്റ് ഇഫ്താർ ഭയങ്കര ഇഷ്ടമല്ലേ? ഇഫ്താറിനാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇവിടെ ആക്ച്വലി ഹൈദരാബാദിൽ നിന്ന് ഞങ്ങൾ ഇൻസ്റ്റയിൽ ഒരു ലൈവ് ചെയ്തായിരുന്നു 2 ദിവസം. ഹൈദരാബാദിൽ നിന്ന് അവിടുത്തെ ഒരു വളരെ റിനൗണ്ട് ആയിട്ടുള്ള ഷെഫ് എന്ന് പറയാൻ പറ്റില്ല, ഹോം കുക്ക്. പക്ഷേ ആ മാം ഇവിടെ പോസ്റ്ററുണ്ട്, ഞാൻ ഇപ്പോൾ വരും. ഇതിപ്പോൾ വിഷുവിൻ്റെ ആയിരുന്നു. ആൻഡ് ആ മാഡം ഉണ്ടല്ലോ, ദേ മാഡം വന്നിട്ടുണ്ട്. ദിൽനാസ് ബേഗ് എന്ന് പറയും. ഓക്കെ, ഒരു ഭയങ്കര സംഭവമാണ്. ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിരുന്നു. മാഡം ആക്ച്വലി ഇവിടെ 2 വീക്സ് ഉണ്ട്. ഇവിടുത്തെ ഈ ഒരു ഹൈദരാബാദ് ഫുഡ് ഫെസ്റ്റിവലാണ് തീം വെച്ചിരിക്കുന്നത് റംസാനിന്. 2300+ ടാക്സസാണ്. ആൻഡ് അത് വൈകുന്നേരം സൺസെറ്റ് ടു ഈവനിങ് 10 o'clock-നാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡം അവിടുത്തെ മസ്റ്റ് ട്രൈ കൾണറി എക്സ്പീരിയൻസിൽ കോണ്ടേസ് നെസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്. ചൗക്കി ഡൈനിങ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് മാഡം വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. ദിൽനാസ് ബേഗ് മാഡം അവിടെ വീട്ടിൽ വെച്ച് ഗസ്റ്റിനെ സെർവ് ചെയ്യും. അവിടെ എനിക്കൊന്ന് 3000 rupees-ആണെന്ന് തോന്നുന്നു. അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. മാഡം ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കളർഫുൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണം, ഒന്ന് നോക്കാം എന്താ ഇട്ടുകൊണ്ടുവന്നതെന്ന്. അപ്പോൾ പ്രിയ, ഞാൻ സാധനമൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാമല്ലോ. ഫുൾ സെറ്റിംഗ് തന്നെ നോക്ക്. ഇനി ഞാൻ ഫുൾ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ നോയമ്പ് തുറക്കുന്ന പോലെ തന്നെ ഞാനും ഒന്നും കഴിക്കാതെയാണ് ഇന്ന് ഇരിക്കുന്നത്. ഞാൻ കഴിച്ചു കേട്ടാ. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പോയിട്ട് മന്തി കഴിച്ചു, ഞാനും ജഫറിനും കൂടെ, ബീഫ് മന്തി. ശരിക്കും നമ്മൾ ദുബായ് എത്തിയെന്ന് തോന്നുന്നു കേട്ടാ. ദുബായ് എത്തി. കേറാലോ, മിനി ദുബായ്. വാ, എങ്ങനെ ഇത് കാണിക്കും എന്നറിയില്ല. ഇത് കുഴപ്പം കുറച്ച് ലെങ്ത് കൂടിപ്പോവും. എന്നാലും എല്ലാ ഐറ്റംസും തന്നെ ഒന്ന് ആദ്യമേ കാണിക്കട്ടെ. എല്ലാം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് ലെങ്ത് അറിയാമല്ലോ. ഇറ്റ്സ് ലൈക്ക് പണ്ടത്തെ രാജാക്കന്മാരുടെയൊക്കെ അല്ലെങ്കിൽ വലിയ വലിയ ഷെയ്ഖുമാരുടെയൊക്കെ ഫീസ്റ്റ് ഇല്ലേ, ഫീസ്റ്റ് പോലെയാണ് ഇവിടുത്തെ സംഭവം. ഞാൻ കാണിച്ചു തരാം. ഈ പേഷ്യൻസോടെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, നോക്കിക്കോ. എല്ലാ ആൽമണ്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, പീച്ച്, കാഷ്യൂ, ഡേറ്റ്സ്, മാംഗോ, എല്ലാം ഡ്രൈ ഫ്രൂട്ട്സും സംഭവങ്ങളും, വാൾനട്ട്സ്, ആപ്പിള്. അറേഞ്ച്മെൻറ്റ് നോക്കുക, ഫിഗ്, ആപ്രിക്കോട്ട്. ഓക്കെ, ഇതൊരു സെക്ഷൻ. ഇനി നമ്മുടെ മെയിൻ ഹൈദരാബാദി സെക്ഷൻ കേട്ടോ. ഇതാണ് ദിൽനാസ് ബേഗ് മാനിൻ്റെ സാധനങ്ങൾ. ഇത് നമ്മുടെ ഏറ്റവും ഫേമസ് ഹലീം, മട്ടൻ ഹലീമാന്ന് തോന്നുന്നു. ഇത് എന്തായാലും ടേസ്റ്റ് ചെയ്യണം. ഇതൊന്നും ഇവിടെ കിട്ടില്ല അങ്ങനെ. പിന്നെ ഇത് റംദാൻ കി ദാൽ, അതെന്തോ സ്പെഷ്യലാണ്. ഇത് ഒരു ടൈപ്പ് കബാബാണ്. ഇത് അച്ചാറി മുർഗ്, ഇത് മാഡം ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാണ്. ചിങ്കാക്കി പാലൻ, ഇതും ചിക്കനാന്ന് തോന്നുന്നു. മട്ടൻ ബിരിയാണിയൊക്കെ വെച്ചിരിക്കുന്ന നോക്ക്. ആൻഡ് പനീർ 2 ഐറ്റംസ് ഉണ്ട്. ഇതന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തതാണ്. കുർബാനി കാ മീറ്റ് ഉണ്ട്, ഷീർ കുർമയുണ്ട്. ഇത്രയാണ് ഹൈദരാബാദി സാധനങ്ങൾ. ഇതല്ലാതെ തുടങ്ങുന്നേ ഉള്ള ഇത് ബാബ ഗണേഷ്. ഇതൊക്കെ അറബിക്കാണ്. കുറേ അറബിക്കും ക്യുസീനുണ്ട് ഇന്ന്, ഓബ്വിയസ്ലി ഹയാത്താണല്ലോ. പിന്നെ കുറേ ടൈപ്പ് ബ്രെഡ്സ്, കുറേ ടൈപ്പ് സാലഡ്സ് ഉണ്ട്. ഇത് ചിക്കൻ സാലഡ്, സീ ഫുഡ്, അവക്കാഡോ സാലഡ്, അങ്ങനെ കുറേ സാലഡ് ഐറ്റംസ് ഉണ്ട്. ഇനി ഞാൻ ഡെസേർട്ട് കാണിച്ചിട്ട് മെയിൻ കോഴ്സിന് അങ്ങോട്ട് പോവാം. ഇത് നോക്ക്, ഡെസേർട്ട്സിൻ്റെ ഓരോന്ന് വെച്ചിരിക്കുന്നത്. ഇതൊന്നും റിയൽ അല്ല, പക്ഷെ റെഡ് വെൽവെറ്റ് കേക്ക്സ്, മൂസ്, ഇത് തീരാമിസു ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. കോഫി ചോക്ലേറ്റ്, ബ്ലൂബെറി ചീസ് കേക്ക് ഉണ്ട്, ചോക്ലേറ്റ് മാർക്കസ് ഉണ്ട്. വേറെ ഇതിൻ്റെ മുകളിൽ കുറേ ടൈപ്പ് പുഡിങ്സ് ഇരിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല ഡെസേർട്ട്സ്. ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട്. ഇതെന്തോ ടർക്കിഷ് ഡെസേർട്ടാണെന്ന് തോന്നുന്നു. ഇതും ടാർട്ട്, ബബൂസ അറബിക്ക്, കുലാജ്, ഇതും അറബിക്കാണ്. സ്റ്റിക്കി ഡേറ്റ്സ് പുഡിങ്, ലുക്സ് അമേസിങ്. ആൻഡ് ബർഫി ഉണ്ട്,
ചോക്ലേറ്റ് ബ്രൗണി, ഗുലാബ് ജാമുൻ, റസ്മലായി ആൻഡ് ഉമാലി. ഇത്രയാണ് ഡെസേർട്ട്സ്. അതല്ലാതെ ഇവിടെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇത് കണ്ട ഡ്രിങ്ക്സ് ഉണ്ട്. ലബാൻ, നമ്മുടെ അറബി ഗൾഫുകാർക്ക് എല്ലാവർക്കും അറിയിക്കും. ബട്ടർ മിൽക്ക്, റൂ ഓഫ് ദ ഡ്രിങ്ക്, കുമറൽദീൻ, ഇതൊന്ന് ഓറഞ്ച് ആപ്രിക്കോട്ട് ജ്യൂസാണ്. ജിഞ്ചർ ലൈം ആൻഡ് ജലേബ് എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഡേറ്റ്സും ഫിഗിൻ്റെ ഒക്കെ ഒരെണ്ണമാണ്. ഇനി നമ്മുടെ സാധാരണ ഇവിടുത്തെ കേരള ബുഫേ, അപ്പം, കേരള പൊറോട്ട, റോട്ടി, നാൻ, ഇതൊക്കെ ഗ്രിൽഡാണ്. ഗ്രില്ല് ഇത് നമുക്ക് ഫ്രഷ് ആയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്ത് ഗ്രില്ല് ചെയ്യാം. പ്രോൺസ്, അയില, പളത്തി, അങ്ങനെ കുറേ ഫിഷ് ഉണ്ട്. പിന്നെ 2 ടൈപ്പ് സൂപ്സ് ഉണ്ട്. ഇത് തുറമുള്ള കിട്ടത് സ്ക്വിഡാണ്, അല്ല സോറി, ഇത് മഷ്റൂമാണ്. പനീറുണ്ട്. ഇവിടെ ചിക്കൻ കബാബ് ഉണ്ട്. മലബാർ ബീഫ് ചില്ലി, അടിപൊളിയായിരിക്കും. ആൻഡ് കപ്പയാന്ന് തോന്നുന്നു. ഓക്കെ. ആൻഡ് കേരള റൈസ്. പിന്നെ ഇതൊക്കെ വെജിറ്റബിൾ ഐറ്റംസ് ആണ്. ചോറ്, തോരൻ്റെ, പിന്നെ മിക്സ് വെജിറ്റബിൾ കറി, ഇതൊക്കെ വെജിറ്റബിളാണ്. മിക്കവരും വെജിറ്റേറിയൻ ഡിഷ് ഞാൻ കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പുളിക്കറി, മുരിങ്ങക്കറി, മുരിങ്ങയുടെ കറി, ആൻഡ് ഇവിടെ ഫിഷ് കറി ഉണ്ട്. അതല്ലാതെ എന്തൊരു ഐറ്റംസ്, എന്ത് ലെങ്താന്ന് നോക്കിയ വീഡിയോ, ഞാൻ സ്പീഡിൽ നടന്നിട്ട്. ചിക്കൻ കറി, ഇത് ലാംബ് റോസ്റ്റാണ്, മട്ടൻ ഉണ്ട്. ഇപ്പോഴെങ്കിലും നിങ്ങൾ വിചാരിച്ച് കാണും കഴിഞ്ഞ് കാണും എന്നല്ലേ. എവിടെ കഴിയാനാ, രാജാക്കന്മാരുടെ പോലെ കഴിക്കണ്ടേ. ബീഫ് സ്റ്റൂ ഉണ്ട്. നോക്കിക്കേ, പുതിയൊന്നുമില്ല ബീഫ് സ്റ്റൂ കണ്ടിട്ട്. ഓ, ഇത് ഇവിടുത്തെ ലോക്കൽ ബിരിയാണി ഉണ്ട്. ഇത് തലശ്ശേരി ബിരിയാണി ഉണ്ട്. പ്രിയയുടെ കുറേ ടൈപ്പ് പപ്പടം ഐറ്റംസും സംഭവങ്ങളും സാലഡ്സ് ഒക്കെ ഉണ്ട്. ഇത് പുലാവ് ഉണ്ട്, ദാൽ തഡ്ക്കയുണ്ട്, ഊട്ടി പനീറുണ്ട്. മീൻ കഴിഞ്ഞില്ല. അവിടെ ഫ്രഷ് ഷോർമ കൗണ്ടർ ഉണ്ട്. പാസ്താസ് ലൈവായിട്ട് ഉണ്ടാക്കാം. ആൻഡ് വേറൊരു സാധനം കൂടി ഉണ്ട്, പ്രിയയും കൂടി ഉണ്ട് ഇവിടെ. പ്രിയ 4 മിനിറ്റ് എടുത്തു ഫുഡ് കാണിക്കാൻ തന്നെ സ്പ്രെഡ്. അപ്പോൾ പതിക്കാൻ ജ്യൂസിൽ നിന്ന് തുടങ്ങാമല്ലോ. പറ്റില്ല, ഒരിക്കലും ഫുള്ള് കഴിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു മനസ്സ് നിറയും, കഴിക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സ് നിറയും. കാരണം അത്ര ഐറ്റംസ് കണ്ടല്ലോ. അപ്പം അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ പ്രിയ, അപ്പം നമുക്ക് ഇവരുടെ രീതിയിൽ തന്നെ തുടങ്ങാം. ഇത് കുടിച്ചു നോക്ക്, ഞാൻ കുടിച്ചു നോക്കി. ജലേബ് എന്ന പേര്. ജലേബ്. ആ, ഭയങ്കര ടേസ്റ്റ്. അല്ല, ഞാനും വിചാരിച്ചു ജിലേബിയുടെ ഐ മാത്രം മിസ്സിങ് ആയിരുന്നു. പക്ഷെ ഭയങ്കര സംഭവം, എന്തോ ഫിഗൊക്കെ വെച്ചുള്ള സംഭവം. ഫാസ്റ്റ് തുറക്കാൻ അടിപൊളിയാണ്. അതെ, എന്തായാലും ഞങ്ങൾക്ക് കുറെ ഫെമിലിയർ അല്ലാത്ത ഡിഷ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ട്രൈ ചെയ്യാമല്ലോ. ആൻഡ് ഒരു ഡേറ്റ്സ് വിത്ത് കാഷ്യൂ തന്നെ തുടങ്ങിക്കോ. അങ്ങനെയൊക്കെയാണ് ഗൾഫിലൊക്കെ മുറിക്കുന്നത്. ആഘോഷിക്കാമല്ലോ, നമ്മൾ ആഘോഷിക്കാറുണ്ടല്ലോ. പക്ഷെ നമ്മൾ ഇഫ്താർ മാത്രമേ ചെയ്യാറുള്ളൂ എന്ന് തോന്നുന്നു. ഇത് സമൂസ, ഇത് മറ്റേ ഹൈദരാബാദി സ്പെഷ്യലാണ്. അതിനൊരു സ്പെഷ്യൽ കൗണ്ടർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സമൂസയും കൂടെ കഴിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റംസും ട്രൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നോക്കട്ടെ, ആദ്യം തന്നെ ഞാൻ സമൂസ ഒന്ന് നോക്കട്ടെ. മട്ടൻ സമൂസയാണ്. എന്താ പറയാ, എന്നും ഭയങ്കര ടേസ്റ്റ്. ഞാൻ എന്താ പറയണ്ടേന്ന് അറിയാൻ പറ്റുന്നില്ല. ചിക്കൻ ഷോർമയുണ്ട്. ഇത് മിക്കവാറും പ്രിയക്ക് കൊടുക്കാതിരിക്കുന്ന ബുദ്ധി. കാരണം പ്രിയ അത്രയും കഴിക്കും. പ്രിയ ഭയങ്കര ടേസ്റ്റ്. മട്ടൻ സമൂസ. സാധാരണ ഇവിടുത്തെ സമൂസയിൽ കുറേ സവാളയും വെജിറ്റബിൾസ് ഒക്കെ അല്ലേ, പീസ് കുറച്ചേ കാണുള്ളൂ. ഇതിൽ വേറെ ഒന്നുമില്ല, മട്ടൻ മാത്രമേ ഉള്ളൂ. അയ്യോ, വേണമെങ്കിൽ ഒരു ബൈറ്റ് എടുത്തിട്ട് തന്നോ, കാരണം എല്ലാം ട്രൈ ചെയ്യണ്ടേ. അതല്ല, ഒരെണ്ണം കഴിക്കാം വേണമെങ്കിൽ. അടിപൊളിയല്ലേ, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഒരു ഐറ്റം തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ്. ഒരു സമൂസ കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ്സ് വിത്ത് കാഷ്യൂ. ഇല്ല, ഞാൻ എല്ലാം 100% കൺട്രോൾ ചെയ്ത് കുറച്ചേ കഴിക്കുന്നുള്ളൂ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല. ഇതും പക്ഷേ എനിക്കൊന്നും മട്ടൻ തന്നെയാണെന്ന് തോന്നുന്നു. ഇതും ഭയങ്കര ടേസ്റ്റ്. പക്ഷെ നിങ്ങളെ
എല്ലാ ദിവസവും മെനു ചേഞ്ചിങ് ആയിരിക്കും. അപ്പോൾ ഈ സെയിം സാധനം കാണണമെന്നില്ല. ശരിക്കും മെൽറ്റ് ഇൻ യുവർ മൗത്ത് കബാബ് എന്നൊക്കെ പറയുന്ന പോലെ വാലിട്ട് ബൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അടിപൊളിയാണ് ഈ സാലഡും. ഞങ്ങൾക്ക് കണ്ടപ്പോഴേ തോന്നി പോർച്ചുഗീസ് സാലഡ്. അടിപൊളി. നമ്മൾ ഡയറ്റ് തുടങ്ങിയിരുന്നു. പക്ഷെ എങ്ങനെയാ ഇഫ്താർ വന്നില്ലേ? ഹോം മെയ്ഡ് ഷോർമ കേട്ടാ. പക്ഷെ വേറെ രീതിയിലല്ലേ, ഫുൾ മീറ്റാണ് ഷോർമയില്. ഒന്ന് ടൊമാറ്റോന്റെ ഗ്രേവിയോ സോസ് അവർ ഇട്ടിട്ടുണ്ട്. ഒന്ന് ഭയങ്കര ടേസ്റ്റ്. നന്നായി ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ഷോർമ കൗണ്ടർ ഇല്ലാത്ത പെർമനന്റ് ആയിട്ട്. എറണാകുളത്തോടെ എല്ലാ പോപ്പുലർ ഷോർമ ജോയിൻസിനും ഒരു കോമ്പറ്റീഷൻ ആയതിന്. ഇതിന്റെ ബ്രെഡും ഫ്രഷ്ലി ബേക്ക്ഡ് ആണ്, ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. കറക്റ്റ് ടൈമിന് മാഡം ഇവിടെ എത്തിയിട്ടുണ്ട്, ദിൽനാസ് ബേഗ് മാം. അപ്പം മാം തന്നെ മാമിന്റെ ഡിഷസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടാ. Hi ma'am, just explain the dishes. We are very excited to try the halim also. This is mutton? Yes, mutton and wheat. Mutton and wheat? Yes. Okay, അപ്പോൾ മട്ടനും ഗോതമ്പും ആണ്. And it's cooked using animal fat or ghee? No, it's cooked with ghee and fresh oil. Oil. Because only ghee. But it's a very rich food, no? Yes, that's why I put half ghee and half with it. അപ്പോൾ മാഡം തന്നെ മാഡത്തിന്റെ മെയിൻ ഡിഷ് അൺബോക്സ് ചെയ്യും കേട്ടാ. This is what people were waiting to try, man. This is mutton biryani. Mutton Hyderabadi biryani. Okay. Will it be very spicy? No. Mild. No. It is. My food is not really spicy. Except that is a challenge. Okay. ഇതാണ് ഏറ്റവും പോപ്പുലർ ഡിഷ് കേട്ടാ. ജസ്റ്റ് ട്രൈ ഇറ്റ്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്ഷീണോ വേഗം ഒരു 2 ദിവസത്തിൽ ഒരു 5 കിലോ കൂടണമെങ്കിൽ ഇത് കഴിക്കണം. ജസ്റ്റ് ടേസ്റ്റ് അനുസരിച്ച് ഒരു സ്പൂൺ കഴിച്ചാൽ മതി. കുറച്ച് സവാളയും ഫുൾ അല്ല ഇറ്റ്സ് ലൈക്ക് എ പുഡിംഗ്. നോ ഹലീം എന്താണെന്ന് അറിയില്ല അല്ലേ? അതൊക്കെ വായിച്ച് പഠിക്കണം നമ്മുടെ ഇന്ത്യൻ കുസീനൊക്കെ കുറിച്ച്. ജസ്റ്റ് ഈറ്റ് ആൻഡ് സീ. മട്ടനും ഗോതമ്പും നെയ്യും, ഫുൾ ഓഫ് ഗീ, ഫുൾ ഓഫ് കാലറീസ്. ഭയങ്കര സംഭവമാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചോണ്ടിരുന്നു, അതാണ് പ്രശ്നം. അടിപൊളിയാ. അതിനിടയ്ക്ക് ഇതൊന്നും മാൻ ട്രൈ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇവരുടെ ഹൈദരാബാദിയാണ് ചിക്കൻ അച്ചാറി എന്ന് പറഞ്ഞാണ്. അപ്പോൾ ബോൺലെസ് ചിക്കൻ നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ മാം വിചാരിച്ചു നമുക്ക് സ്പൈസി ഒന്നും പറ്റില്ല. മാം പറഞ്ഞത് ഭയങ്കര സ്പൈസിയാണ്. പക്ഷെ നമുക്ക് സ്പൈസി ഒന്നല്ല, നല്ല മൈൽഡ്ലി സ്പൈസി പെർഫെക്റ്റ്ലി കുക്ക് ചിക്കൻ ടിക്കയുടെ ഒക്കെ ഒരു വേർഷൻ. അടിപൊളി. ഹലീം ഒന്ന് ട്രൈ ചെയ്യട്ടെ. മട്ടൻ ഹലീമാണ്. ഞാൻ അതിൽ കുറച്ച് നട്ട്സും കുറച്ച് എക്സ്ട്രാ ഫ്രൈഡ് ഓണിയൻസ് ഒക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഹലീം കഴിക്കാത്തവരുണ്ടോ? ഒരുപാട് പേര് കാണും. കഴിച്ചവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. കേരളത്തിലുള്ളവരെ, ഹൈദരാബാദിലും ദുബായിലുള്ളവരൊക്കെ കഴിച്ചു കാണും. ഹൈദരാബാദി കുസീന. ലിക്വിഡ്ഫൈഡ് മട്ടൻ കഴിക്കുന്ന ഒരു ടേസ്റ്റ്. മട്ടൻ കുക്ക് ചെയ്ത് അലിഞ്ഞു പോയിട്ട് ആ ഗോതമ്പിന്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് അധികം കിട്ടുന്നില്ല. നല്ല നെയ്യും മട്ടന്റെയും ടേസ്റ്റ്. ഒന്നുകൂടെ കാഷ്യൂ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ക്രഞ്ചിനെസ്സും വരുമല്ലോ ഓരോ ബൈറ്റിൽ.
അടിപൊളി. അവനോട് പ്രിയ എൻ്റെ ഇടയ്ക്ക് ഗ്രിൽ പ്രോൺസ് എടുത്തെടുത്ത് കഴിക്കുന്നുണ്ട്. കഴിച്ചില്ലേ? ഏത് കാഷ്യൂനട്ടും കഴിക്കുന്നുണ്ട്. പ്രോൺസ് നോക്കട്ടെ. ഗ്രിൽഡ് പ്രോൺസ് പിന്നെ അറിയാമല്ലോ, എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ലേ. നല്ല മുട്ടൻ വലിയ ജ്യൂസി പ്രോൺസ് ആകുമ്പോൾ. ആ ബെസ്റ്റ് പാർട്ട് എന്താ, ഈ ഒരുപാട് മസാലകളില്ലേ ഇവിടുത്തെ ഇങ്ങനത്തെ ഗ്രിൽസിനൊന്നും. അതാ അപ്പോൾ ആ ഒരു മെയിനായിട്ട് നമുക്ക് എന്ത് ഫുഡാണോ അതിൻ്റെ പ്രോപ്പർ ടേസ്റ്റ് കിട്ടും. ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, ബീഫ്, പ്രോൺസ് ആണെങ്കിൽ പ്രോൺസ്, ഫിഷ് ആണെങ്കിൽ ഫിഷ്. അധികം മസാലയില്ല, പക്ഷെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കൊതി വരുന്നുണ്ട് അല്ലേ. ഇനി പ്രിയയുടെ മിക്കവരും ഇത് കാണുന്നവരുടെ ഫേവറേറ്റ് സാധനം കേട്ടാ, ഹൈദരാബാദി മട്ടൻ ബിരിയാണി. സാധാരണ ഹൈദരാബാദിൽ പോയി കഴിക്കണം, പക്ഷെ ഇത് ഹൈദരാബാദ് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്താ വലിയ മട്ടൻ പീസാണ്, ഞാൻ കണ്ടു. പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. ഞാൻ പിടിച്ചപ്പോൾ തന്നെ മട്ടനൊക്കെ ഇങ്ങനെ ഇങ്ങനെ വീണു പോന്നു. സാലഡ് ഉണ്ടല്ലോ പ്രിയ, എനിക്ക് സാലഡ് വേണ്ട. പ്രിയക്ക് പക്ഷെ സാലഡ് ഇല്ലാതെ പറ്റത്തുമില്ല. നല്ല മട്ടൻ ബിരിയാണി, ഭയങ്കര ചൂടായിരിക്കും. എൻ്റെ ഒരു കേസ് സാധനം കൊള്ളാം കേട്ടോ. ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് ഒരു ഹോട്ടലിൽ കാണുന്നത് ഫോൺ ഹോൾഡർ. ഇത് പ്രിയ ആണ് ചോദിച്ച് വാങ്ങിയെടുത്തത്. ഞാൻ അറിഞ്ഞില്ല അത് കിട്ടുമെന്ന്. ആണോ? ഇത് നല്ലതാണല്ലോ, അടിപൊളി സാധനം. ഒരെണ്ണം വന്ന് വാങ്ങി വെക്കണം. വേദ ഹാപ്പി. വേദു ശാശിനെ കാണുവാണ്. ഇങ്ങനെ ഒരു സാധനം വാങ്ങി വെച്ചാ പോലെ. അതെ, ആ ബിരിയാണിയുടെ പുക പൊയ്ക്കൊണ്ടിരിക്കില്ല. എനിക്കാണെങ്കിൽ വായന്ന് കൊതിയും വന്നിട്ട് വയ്യ. ആ ഫസ്റ്റ് ബൈറ്റ് ഓഫ് മട്ടൻ ഹൈദരാബാദി ബിരിയാണി. ആണോ? എനിക്ക് പക്ഷെ നമ്മുടെ നാടൻ ബിരിയാണി ആയിരിക്കും ബെറ്റർ എന്ന് തോന്നിയത്. ഇത് അടിപൊളിയാ. എന്ത് ഫുൾ മട്ടൻ അല്ലേ? അതാ മാം പറഞ്ഞത്, മട്ടൻ ഇട്ട് കുക്ക് ചെയ്തോണ്ടിരിക്കുവന്ന്. സാധാരണ ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ് മറ്റേത് നമ്മൾ റൈസ് അല്ലാത്ത പൊതുവെ ഒരു ടേസ്റ്റ് അല്ലേ? ഇതില് റൈസിലും മട്ടന്റെ ഭയങ്കര ടേസ്റ്റ് കാണും അല്ലേ? അതുകൊണ്ട് അടിപൊളിയാ. ഞാൻ വേദുവിന്റെ ബാക്കി നോക്കാം. വേദു എന്തൊക്കെയാ ബാക്കിൽ നിന്ന് എടുത്തോണ്ടൊക്കെ പോകും. ഇത് ഞാൻ ഇപ്പോഴേ ഇത് ശ്രദ്ധിച്ചേട്ടാ, മാറ്റൊക്കെ കണ്ട ശരിക്കും ഒരു റംദാൻ മൂഡല്ല. അപ്പം മാറ്റ് മാത്രമല്ല, ഈ ലൈറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്ന മുകളിൽ ഭയങ്കര ഒരു ഫീലുണ്ട് ഇവിടെ വന്നപ്പോഴേ. വേറെ ഞങ്ങൾ സാധാരണ എപ്പോഴും ഇവിടെ വരുന്നതാണല്ലോ, പക്ഷെ ഇന്ന് വന്നപ്പോൾ ഭയങ്കര വേറൊരു ഫീല്. ശരിക്കൊരു ദുബായ് ഫീലാണ് ഇതിൻ്റെ അകത്ത്. എന്താ ബിരിയാണി ഇങ്ങോട്ട് തരാൻ താല്പര്യം ഉണ്ടോ, അതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ ബിരിയാണി ഞാൻ വീണ്ടും എടുത്തില്ല. പ്രിയയ്ക്ക് അത് ഓബ്വിയസ്ലി ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് അറിയായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. വേസ്റ്റ് ചെയ്യണ്ടല്ലോ. മട്ടനൊക്കെ നോക്ക്, പൊളിഞ്ഞു വരുന്ന നോക്ക്. മട്ടൻ ബിരിയാണി നോക്കട്ടെ, ഹൈദരാബാദി മട്ടൻ ബിരിയാണി. എന്താ സംഭവം? എനിക്ക് പക്ഷെ അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല. എനിക്ക് നമ്മുടെ നാടൻ മട്ടൻ ബിരിയാണി കൂടുതൽ ഇഷ്ടപ്പെട്ടെ. ഇതിലെന്താന്ന് പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് പട്ടയും ഗ്രാമ്പിൻ്റെ ഒക്കെ ഫ്ലേവർ കിട്ടുന്നു. പേഴ്സണൽ പ്രിഫറൻസ് ആയിരിക്കും. കാരണം എനിക്ക് ഈ പട്ട, ഗ്രാമ്പ്, സ്റ്റാർ അനീസ്, അങ്ങനത്തെ സിനിമൺ, അങ്ങനത്തെ ഫ്ലേവേഴ്സ് ഒന്നും എനിക്ക് ബിരിയാണിയിൽ ഇഷ്ടമല്ല. കറികളിലും ഇഷ്ടമല്ല. പൊതുവെ ഡിസേർട്ട്സിൽ ഇഷ്ടമാണ്. പാൻ കേക്ക്, സിനിമൺ പാൻ കേക്ക്സ് ഒക്കെ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ ഫുഡ് റിവ്യൂ ചെയ്യുമ്പോൾ കുറേ പേര് ഞങ്ങൾക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നത് അവർക്കത് ഒട്ടും ഇഷ്ടപ്പെടാത്തതായിരിക്കും. ഇപ്പം എൻ്റെ ഫേവറേറ്റ് ഡിഷാണ് സൂഷി. പക്ഷെ പ്രിയയ്ക്ക് ഇപ്പോൾ വേൾഡിലെ ബെസ്റ്റ് സൂഷി കൊടുത്താലും ഇത് മനുഷ്യരും എല്ലാം കഴിക്കുമെന്നായിരിക്കും. അപ്പോൾ അതേപോലെ ഫുഡ് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിരിക്കില്ല വേറൊരാളുടെ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് കുറ്റം കേൾക്കും. പക്ഷെ എനിക്കത് കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഓണസ്റ്റ് ഒപ്പീനിയനാണ് പറയുന്നത്. ആൻഡ് ഞാൻ ഇവരുടെ ബിരിയാണി ഉണ്ട്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കേരള ബിരിയാണി ഉണ്ട്. പ്രിയക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടമായത് കേട്ടോ. മട്ടനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ റൈസിൽ ഭയങ്കരമായിട്ട് പട്ട ഗ്രാമ്പിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ആ ഭാഗത്തെ സ്പെഷ്യാലിറ്റി ഒക്കെ ഓൾമോസ്റ്റ് ട്രൈ ചെയ്തു. ഇനിയും ഉണ്ട്. പ്രോൺസ് ഞാൻ ട്രൈ ചെയ്തില്ല, അതൊന്ന് പോയി ട്രൈ ചെയ്യണം.
അതിന് മുമ്പേ ഞാൻ ചിക്കൻ കബാബ് എടുത്തോണ്ട് ചിക്കൻ കാല് കടിച്ച് കഴിക്കുന്ന വേറൊരു സുഖം തന്നെയല്ലേ. അത് ഇതുപോലെ പെർഫെക്റ്റ്ലി കടിച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാം കൂടെ ഇങ്ങനെ വായിലേക്ക് വരും. നോക്കിക്കോ. ഇപ്പം ഞാൻ പറഞ്ഞ ലോവ മസാലയില്ല, പെർഫെക്റ്റ്ലി കുക്ക്ഡ്. ആൻഡ് ലെഗ് പീസ് ആകുമ്പോൾ എപ്പോഴും ജ്യൂസി ആയിരിക്കുമല്ലോ. ചട്നിയുടെ ഒന്നിൻ്റെ ആവശ്യമില്ല. അടിപൊളി. അടുത്തത് ഈ മട്ടൻ കറി എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ കൊതിയല്ല, പക്ഷെ ആട്ടിറച്ചി കറി എന്നൊക്കെ പറയുമ്പോൾ ഒരു സെപ്പറേറ്റ് ഫീലാണല്ലോ. അതുകൊണ്ട് ഞാൻ എടുത്താണ് ഈ ആട്ടിറച്ചി കറി എന്ന് പറഞ്ഞതും. ഇത് ബീഫ് ചില്ലി, മലബാറി ചില്ലി. ഇതിൽ എനിക്ക് സവാളയൊക്കെ കിടക്കുന്നുണ്ട്, ചെറിയുള്ളി കിടക്കുന്ന കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ചെറിയുള്ളിക്ക് ഒരു മധുരമുണ്ട്. അതുള്ളതുകൊണ്ട് ഈ ഡിഷിന് ഭയങ്കര ഒരു ഫ്ലേവർ. എപ്പോഴും സവാളനെ കാട്ടി കൂടുതൽ ടേസ്റ്റ് ചെറിയുള്ളിയാണ്. അതിലൂടെ നല്ല ക്രിസ്പി അപ്പം വന്നിട്ടുണ്ട്. നോക്കട്ടെ, ആട്ടിറച്ചി എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്താ ഒരു ഭയങ്കര ഫീലാണ്. ഓ, ഇത് സംഭവമായിരിക്കും കേട്ടോ. തൊടുമ്പോൾ തന്നെ പൊളിഞ്ഞു വരുന്നു. അപ്പോൾ നല്ല ആട്ടിറച്ചിൻ കറി. ആ മട്ടൻ എന്ന് പറയില്ല, ആട്ടിറച്ചിൻ കറി. ബ്രേക്ക് വല്ലതും തോന്നും ആട്ടിറച്ചി എന്നൊക്കെ കേൾക്കുമ്പോൾ? തോന്നില്ല. അത് നമ്മളെ പോലത്തെ പ്രോപ്പർ ഫുഡീസിനൊക്കെ തോന്നുള്ളൂ. Stunning. Absolutely stunning. ഓഫ്, എന്തൊരു ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. മട്ടൻ്റെ ക്വാളിറ്റിയും ആ ഒരു ലൈറ്റ്ലി സ്പൈസസും ഇതൊക്കെ ഞാൻ കഴിക്കുന്നതൊക്കെ ടൊമാറ്റോ ബേസ്ഡ് ആണ്. പക്ഷെ ഇത് നമ്മുടെ ഒരു നാടൻ മട്ടൻ കറി തന്നെ. ആ ചെറിയ ഉള്ളി വന്നുകൊണ്ട് ആ ചെറിയ മധുരവും കിട്ടുന്നുണ്ട്. ഓ, ഏത് കറിക്കും ടേസ്റ്റ് കൂട്ടണമെങ്കിൽ ചെറിയ ഉള്ളി ഇട്ടാൽ മതി. സാധാരണ സവാള റീപ്ലേസ് ചെയ്ത് ചെറിയ ഉള്ളി ഇട്ടാൽ മതി. വേറെ ലെവലായിരിക്കും ടേസ്റ്റ്. അതുപോലെ തന്നെ ഇതും കണ്ടിട്ട് ഭയങ്കര കൊതിയാവുന്നുണ്ട്. നമുക്ക് മലയാളികളുടെ മെയിൻ സംഭവമാണല്ലോ ബീഫ് ചില്ലി. അതാണ് ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തിട്ടും ആ ബീഫിനെ റീപ്ലേസ് ചെയ്യാൻ വേറെ എവിടെ ആർക്കും ഒന്നും നടന്നിട്ടില്ല. നല്ല ബീഫ് ചില്ലി അപ്പോൾ എവിടെ നോക്കിയോ കുറച്ച് ചൈനീസ് ടേസ്റ്റ് വരുന്നു. പക്ഷെ കണ്ട പക്ക കേരള സാധനം. എങ്ങനെ ഇത്? ആരാണ് ഈ മാജിക് ഒക്കെ ചെയ്യുന്നത് ഈ ഫുഡിനോട്? എനിക്കിപ്പോൾ അറിയണം. അപ്പോഴേക്കും വല്ല അറിയോ ആരാ മജീഷ്യൻ ഫുഡിൻ്റെ? ഇവിടുത്തെ നല്ല ക്വാളിറ്റി ഓഫ് മീറ്റാണ്. മട്ടൻ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും. ചിക്കൻ പിന്നെ എവിടെ പോയാലും നല്ല ക്വാളിറ്റി പൊതുവെ കിട്ടുന്നത്. മട്ടനും ബീഫും അപ്പോൾ അടിപൊളിയാണെങ്കിൽ ഒന്നും വേണ്ട, മീറ്റ് മാത്രമായിട്ട് ഇങ്ങനെ കഴിക്കാം. ഓ, ഭയങ്കര അഡിക്റ്റീവ് കേട്ടോ. ഭയങ്കര അഡിക്ഷൻ ബീഫ്. എനിക്കൊന്ന് കുറേ നാൾ ബീഫ് കഴിക്കാത്തതിൻ്റെ ആയിരിക്കും. ഓ, പിന്നെ വേറെ എന്താ സംഭവം, നമ്മൾ ഫുൾ ഇന്ത്യ ട്രാവൽ ചെയ്തിട്ട് കാണാത്തതും കിട്ടാത്തതും പക്ഷെ നമ്മുടെ ഒരു ഫേവറേറ്റ് സാധനം എന്താണെന്ന് അറിയാമെങ്കിൽ ഗസ് ചെയ്യുക. ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യാട്ടാ. വേറെ കാണിച്ചു തരാം. ഈ കളറ് കാണുമ്പോൾ തന്നെ അറിയാലോ. നല്ല മുളകിട്ട മീൻ കറിയും. എൻ്റെ ഹീറോ വരുന്നുണ്ട്, നമ്മുടെ നാടൻ കപ്പ ഡാഡി. ഇത് കണ്ട ഇപ്പോൾ ഉറപ്പായിട്ട് ഡാഡിയുടെ വായിന്ന് വെള്ളം വരുമല്ലോ പറയാ അല്ലേ. നല്ല കപ്പയും മീൻ കറിയും. കപ്പ ഇങ്ങനെ മീൻ കറിയിൽ മുക്കി മീൻ കറി കോരി എടുക്കണം. നോക്കട്ടെ. ഞാൻ നമ്മുടെ ബിരിയാണി എടുത്തുനിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വാസനയും ആ ഒരു ലുക്കും ഉണ്ടല്ലോ. നമ്മുടെ തലശ്ശേരി ബിരിയാണി. തലശ്ശേരിയിൽ തന്നെ വന്ന് ഞാൻ ഒരു ബിരിയാണി കഴിക്കണം. ആ സവാളയും കാഷ്യൂനട്ടും ചെറുതായിട്ട് വറുത്ത കോഴിയും കിലക്കത്തി പറയുന്ന പോലെ എല്ലാം കൂടെ മിക്സ്. എനിക്ക് പിന്നെ സാലഡ് ഇഷ്ടമല്ല. നല്ല ക്രിസ്പി പപ്പടം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ ഇതൊരു സംഭവമായിരിക്കും ഉറപ്പാണ്. നോക്കട്ടെ.
കൊറോണ ഇല്ലെങ്കിൽ ഇവിടുത്തെ ഷെഫ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തേരെ. നിങ്ങൾ ഷെഫ് പ്രസാദാണെന്ന് തോന്നുന്നു. വേറെ ലെവലാട്ടാ, എല്ലാം പെർഫെക്റ്റ്ലി ബാലൻസ്. റൈസിന് നല്ല വാസനയുണ്ട്, ചിക്കൻ അത്യാവശ്യം ഒരു ചെറിയ ക്രിസ്പിനെസ് ഉണ്ട്, സോഫ്റ്റാണ്. കാഷ്നട്ടിൻ്റെയും ആ ഒരു വറുത്തിട്ട സവാളയുടെ ഒരു ചെറിയ ബൈറ്റ് ഉണ്ട്, ക്രിസ്പിനെസ് ഉണ്ട്. ആ വാസന തന്നെ ഉണ്ടല്ലോ. ആ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ശരിക്കും അനലൈസ് ചെയ്തോണ്ടല്ലോ, ഓരോ ബൈറ്റിലും ഓരോ ടെക്സ്ചർ ആയിരിക്കും ഫീൽ ചെയ്യാം. ചിക്കൻ്റെ ടെക്സ്ചർ ഫീൽ ചെയ്യാം, റൈസിൻ്റെ ടെക്സ്ചർ ഫീൽ ചെയ്യാം. സംഭവമല്ലേ ശരിക്കും ഒരു ഫുഡ് ഇസ് മാജിക് ശരിക്കും. അല്ല വെന്ത കപ്പയും അല്ല മുത്തശ്ശിമാരുടെ നാടൻ മീൻകറി, മുളകിട്ട മീൻകറി, നല്ല പുളിയുണ്ട്. മീനിൻ്റെ ഒന്നും ക്വാളിറ്റി പിന്നെ ഞാൻ പറയാം, ഇവിടുത്തെ ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മാഗ്നറ്റ് പോലെയാണ്, നമ്മൾ വെറുതെ വായ വെക്കുമ്പോൾ തന്നെ കടിക്കേണ്ട ആവശ്യമില്ല, വായിലേക്ക് അട്രാക്റ്റഡ് ആവും. നിങ്ങളൊക്കെ എല്ലാ ദിവസവും എനിക്കൊന്ന് ഇങ്ങനെ ആയിരിക്കും ഇഫ്താർ തുറക്കുന്നത്? ഇത്ര ഐറ്റംസ് ഉണ്ടാവുമോ? ആരെങ്കിലുമൊക്കെ വീട്ടിൽ നമ്മൾ ഇഫ്താർ തുറക്കാമെന്ന് വിളിക്കണം. നമ്മൾ ഇതുവരെ ആരും വീട്ടിൽ പോയി ചെയ്തിട്ടില്ല ഇഫ്താർ. എന്തൊരു ടേസ്റ്റാണ്. ഇനി ഇവിടെ എത്ര ഐറ്റംസ് ഉണ്ടെന്ന് അറിയാം ട്രൈ ചെയ്യാൻ. പാസ്ത, പിസ്സ, നമ്മുടെ നാടൻ ബിരിയാണി ഉണ്ട്, അതൊന്ന് ട്രൈ ചെയ്ത. കണ്ടിട്ട് നല്ല മറ്റേ കാഷ്നട്ടും സവാളയും മറ്റേ വറുത്ത സവാളയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ്. നാടൻ ബിരിയാണി ഒന്ന് പോയി ട്രൈ ചെയ്യട്ടെ. പിസ്സ, പാസ്തയൊക്കെ പിന്നെ എപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്. കഴിച്ച് വയ്യാതെ ശരിക്കും. എൻ്റെ ഫ്രണ്ട്സേ എൻ്റെ ഗൾഫിലൊക്കെ ഉള്ളപ്പോൾ ഞാൻ വിചാരിക്കും ഇവർ ഫാസ്റ്റിംഗ് അല്ലെ വെയിറ്റ് കുറയുമെന്ന്. എല്ലാവരും റംസാൻ കഴിയുമ്പോൾ വെയിറ്റ് കൂടും. സത്യമാട്ടോ, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇത് അവിടെയൊക്കെ പിന്നെ ഇഫ്താർ അറിയാമല്ലോ. അതെ, ഞാൻ ഫുള്ളായി. പക്ഷെ എന്നാലും ഇവിടെ വന്നിട്ട് പാസ്ത കഴിക്കാതെ പോകാൻ തോന്നുന്നില്ല. കുറച്ചെങ്കിലും ട്രൈ ചെയ്യണം, കാരണം ഹയാത്തിലെ പാസ്തേൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡിഷസ് ആണ് ഇവിടുത്തെ. നോക്കട്ടെ, എനിക്ക് വേണ്ട പാസ്ത ഉണ്ടെങ്കിൽ ഒരെണ്ണം പറയാം. എന്നിട്ട് നമ്മുടെ മെയിൻ സാധനം ഡിസേർട്ട്സ്. ഞാൻ ഇത് രക്ഷപ്പെട്ടു കേട്ടാ. പാസ്ത, ഭാഗ്യത്തിന് റാവിയോളി ഇല്ല, സ്പെഗറ്റി ഒക്കെ ഉള്ളു, അതൊക്കെ എപ്പോഴും കഴിക്കുന്നതാണ്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഭയങ്കര ഫുള്ളാവും. പിന്നെ ഡിസേർട്ട് കഴിക്കാൻ സ്ട്രഗിൾ ചെയ്യും. പക്ഷെ പിസ്സ ഉണ്ട് കേട്ടോ, നല്ല തിൻ സ്ലൈസ് പിസ്സ ഉണ്ട്. നല്ല തിൻ സ്ലൈസ് ഫ്രഷ്ലി ബേക്ക്, നമ്മൾ മുമ്പിൽ വെച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചിക്കനും എല്ലാ വെജിറ്റബിൾസും ഫ്രഷാണ്, ബ്രോക്കലി, മാരിനേറ സോസ് ഒക്കെ. പിസ്സ കഴിച്ചാൽ അത്രയും ഫുള്ളാവില്ല. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഡിസേർട്ടിലേക്ക് പോവാം. എന്തൊരു നോയമ്പോറൊക്കെ ആയിരുന്നല്ലേ. നോയമ്പല്ലാത്ത ആൾ നോയമ്പ് ഇങ്ങനെയാണെങ്കിൽ തുറക്കുന്നത്, നോയമ്പുള്ളവർ നോയമ്പ് എങ്ങനെയായിരിക്കും തുറക്കുന്നത്? എൻ്റെ ഈ കണ്ണ് ചുവന്നിരിക്കുന്നുണ്ട്. ഡോക്ടറെ കാണാൻ എൻ്റെ അലർജിയാണ്, കൊറോണ അല്ല കേട്ടോ. ഞാൻ RT-PCR ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് വന്നത്. ഇവിടെ ഞാൻ പൊതുവെ ചോക്ലേറ്റ് ഡിസേർട്ട്സ് ആണ് എടുക്കുന്നത്. അതെന്തായാലും എടുക്കും, അതിന് എക്സെപ്ഷൻ ഇല്ല. പക്ഷേ കുർബാനി ക മീറ്റ എന്ന് പറഞ്ഞാൽ, ഐ ഡോണ്ട് നോ വെദർ ഐ ആം സേയിങ് ഇറ്റ് റൈറ്റ്, ഹൈദരാബാദി സ്വീറ്റ് ഉണ്ട്. ഇറ്റ് ഇസ് സോ ഗുഡ്. ഇറ്റ്സ് ബേസിക്കലി ആപ്രിക്കോട്ട് ഇങ്ങനെ ഷുഗർ സിറപ്പിലിട്ട് അലിപ്പിച്ച് എങ്ങനെയൊക്കെ കുക്ക് ചെയ്യുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ്. അതാണ് ഞാൻ ഇവിടെ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഞാൻ അന്ന് മാഡത്തിനോട് ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ഇതാണ് അന്ന് ഉണ്ടാക്കിയത് കേട്ടോ. എന്നോട് ആപ്രിക്കോട്ട് സീഡാണ്. ഇത് ഭയങ്കര ക്യാൻസർജൻ ഒക്കെയാണ് അന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, നല്ല മധുരമാണ്, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇതും ഒരു ഹൈദരാബാദി ഡിസേർട്ടാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുള്ളൂ, കാരണം നമ്മുടെ ചോക്ലേറ്റ് സാധനങ്ങൾ അവിടെ വെയിറ്റിംഗ് ആണ്. ഇതെനിക്കൊന്ന് സേമിയ പാൻ, ബ്രേക്ക് രണ്ടും, എസ്പെഷ്യലി സേമിയ പായസം ഭയങ്കര ഇഷ്ടപ്പെടും. നോക്കി ഉറപ്പാ. പറയാ സേമിയ പായസം അല്ല, ഷീർ കോർബ അങ്ങനെ എന്താണ്, ട്രേസ് ചെയ്ത് നോക്ക്. എനിക്ക് മറ്റേത് കഴിച്ചിട്ട് കഴിക്കാൻ അതിന് മധുരം കൂടുതല, ഇതിന് കുറവാ. അപ്പൊ അതൊക്കെ നോക്കിയല്ലേ കഴിക്കണ്ടേ? എല്ലാം കഴിക്കാം. ആ ഭയങ്കര ടേസ്റ്റ്. യു ലവ് ഇറ്റ്. ഫുൾ കിസ്മിസ്. ക്ലോസപ്പ് പോവാ, എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് ഉറപ്പായിരുന്നു.
അടിപൊളിയല്ലേ? ഇത് നോക്ക്, ഇവിടുത്തെ കുഷനൊക്കെ പോയേട്ടാ, കുഷൻ കവറൊക്കെ പോയി വേദൂൻ്റെ കയ്യില്ലേ, അവിടെ പോയി. ഭയങ്കര ടേസ്റ്റ് അല്ലേ ഇത്? പിന്നെ നമ്മൾ അന്ന് ടേസ്റ്റ് ചെയ്തതാണ്, നീ അതും കൂടെ ടേസ്റ്റ് ചെയ്തേക്കാം. നമ്മൾ ടേസ്റ്റ് ചെയ്തതാണല്ലോ, അറിയാലോ, ഒരു ജാമിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ അല്ലേ അല്ലേ നമ്മൾ അന്ന് ടേസ്റ്റ് ചെയ്തതാ. പ്യോർ ഫ്രൂട്ട്, വേറെ ഒന്നുമില്ല കേട്ടോ. ശരിക്കും ഫ്രൂട്ട് പൾപ്പില്ലേ, ആ ഒരു ടേസ്റ്റാണ് ആപ്രിക്കോട്ടിൻ്റെ. എന്തായാലും ഇനി പ്രിയയുടെയൊക്കെ ഞാനാണ് എല്ലാം എടുത്തുകൊണ്ട് വന്നത്. ഇനിയിപ്പോൾ എല്ലാവരും അവരവരുടെ, ഞാൻ പോയി എൻ്റെ ചോക്ലേറ്റ് ഡിസേർട്ട്സും കൂടെ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ഇഫ്താർ റംസാൻ സ്പെഷ്യൽ വ്ളോഗ് അവസാനിക്കാം. അപ്പോൾ ഡിസേർട്ട്സ് ഞാൻ എടുത്തിരിക്കുന്നത്, ഇത് എൻ്റെ ഐസ്ക്രീം കൂടെ എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ ഐസ്ക്രീമാണ് നമ്മുടെ ഡൈജഷൻ്റെ മെയിൻ സാധനം. അപ്പോൾ ഐസ്ക്രീം എടുക്കുന്നതിന് മുമ്പ് റെഡ് വെൽവെറ്റ് പേസ്ട്രി, ചോക്ലേറ്റ് മർക്കോയ്സ്, ഇത് ബബൂസ, ആൽമണ്ട് ബബൂസ, ഇത് ലോക്കോമാൻഡോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞ സാധനമാണ്, അറബിക്കാണ്. തിരാമിസു വിച്ച് ലുക്ക് സോ ഗുഡ് ആൻഡ് ചോക്ലേറ്റ് ബ്രൗണി. അപ്പോൾ ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യാം. ഞാൻ കട്ട് ചെയ്യുന്നില്ല, എന്തായാലും കൊതിപ്പിച്ച് ഇത്രയായി, ഇതും കൂടെ ആവട്ടെ, ഓരോന്നും കൂടെ കഴിക്കുന്നത് കാണട്ടെ. ആദ്യം നമുക്ക് അറബിക്കിലേക്ക് തുടങ്ങാം. റോസ് വാട്ടർ കുടിക്കുന്ന ടേസ്റ്റ്, അകത്തുനിന്ന് റോസ് വാട്ടർ വീഴുന്നു കണ്ട, ഡ്രിപ്പ് ചെയ്യുന്നുണ്ട കയ്യിൽ നിന്ന്. എന്ത് ജ്യൂസിയാണെന്ന് നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ. ഇത് കണ്ടാ ചെറുതാണ്, ഭയങ്കര വെയിറ്റ് ആണ്, അത്രയും ഡെൻസ് ആയിരിക്കും. ആൽമണ്ട് ബബൂസ, റവയും ആൽമണ്ട്സും ഷുഗറും ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന സാധനമാണ്. അടിപൊളി. സൈഡിൽ വെക്കാം, ലാസ്റ്റ് എന്തായാലും നമുക്ക് എല്ലാം തീർക്കാം. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യട്ടെ. റെഡ് വെൽവെറ്റ്, നല്ല ഡെൻസ് റെഡ് വെൽവെറ്റ് കേക്കാണ്. എല്ലാം നല്ല ഡെൻസ് കേക്കാണ്. ഡെൻസ് പറഞ്ഞാൽ നല്ല കട്ടിയാണ് ആൻഡ് സൂപ്പർ മോയ്സ്റ്റ് ഓൾസോ, ഒട്ടും ഡ്രൈനെസ് ഇല്ല. എങ്ങനെ ഉണ്ടാവുന്ന ഡെയിലി ബേക്ക് ചെയ്യുന്നതല്ലേ. എന്തൊരു എക്സ്പീരിയൻസ് അല്ലേ. നല്ല പഞ്ഞി പോലെ തിരാമിസു. തിരാമിസു ബേസിക്കലി ചോക്ലേറ്റ്, കോഫി, ക്രീം, ഷുഗർ ഇതൊക്കെ വെച്ചുണ്ടാക്കിയ ഒരു ബേക്ക്ഡ് ഡിഷാണ്. ചിലയിടത്ത് തിരാമിസുവിന് കോഫിയുടെ ഫ്ലേവർ ഭയങ്കര ഓവർ പവറിങ് ആയിരിക്കും, അല്ലെങ്കിൽ അണ്ടർ പവറിങ് ആയിരിക്കും. ഇതിപ്പോൾ നമുക്ക് കോഫി, ചോക്ലേറ്റ്, ക്രീം, കാരമൽ എല്ലാത്തിനും ടേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് ചോക്ലേറ്റ് മർക്കോയ്സ്. ബേസിക്കലി ചോക്ലേറ്റ് ലെയർഡ് കേക്കാണ്. ചോക്ലേറ്റ് തന്നെയാണ്. ചോക്ലേറ്റിനെ റീപ്ലേസ് ചെയ്യാൻ 100 വർഷം ആര് വിചാരിച്ചാലും നടക്കില്ല. അടിപൊളി. ലാസ്റ്റ് ചോക്ലേറ്റ് ബ്രൗണി. സോ ഗുഡ്. ഇവിടെ പേസ്ട്രി ഷെഫ് സെപ്പറേറ്റ് ഒരു അപ്രിസിയേഷൻ കൊടുക്കണ്ട. കാരണം ഭയങ്കര ലുക്കുമാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. ഷെഫിനാണോ എന്ന് അറിയില്ല കേട്ടോ, ഞാൻ ഡിസേർട്ടിൻ്റെ കാര്യം പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പ്രിയ ടോട്ടലി എൻ്റെ ഓപ്പോസിറ്റ്, ഫുൾ ഇന്ത്യൻ ഡിസേർട്ട്. ഒരു റസ്മലായും ഒരു പേടയല്ല ബർഫി. എന്തായാലും റസ്മല ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പ്രിയ. 2 ഉണ്ടോ? എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്തേ നോക്കട്ടെ എങ്ങനെയുണ്ട്. അതും കൂടെ നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇന്നത്തെ വ്ളോഗ്. ഹാപ്പി ആണല്ലോ, അത്ര മധുരമില്ല. ഇല്ല. അപ്പൊ എൻജോയ് ചെയ്തോ. ആൻഡ് വൺസ് അഗെയിൻ ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു മാസം ആവട്ടെ. ആൻഡ് വൺസ് അഗെയിൻ എല്ലാവർക്കും റംദാൻ കരീം, ഹാപ്പി റംദാൻ, ആൻഡ് വിഷ് യു ഓൾ ദി ഹാപ്പിനെസ്.
ആൻഡ് എല്ലാവർക്കും വയറ് നിറഞ്ഞ് ഭക്ഷണം കഴിക്കാനുള്ള യോഗവും സമ്പത്തും അവസരവും ഉണ്ടാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സന്തോഷകരമായ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. പ്രിയയുടെ റസ്മലായി ബിഞ്ച് ഈറ്റിങ്ങിലൂടെ നമുക്ക് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. എൻജോയിങ് അല്ലേ? സൂപ്പർ ആയിരുന്നില്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ശ്രദ്ധിക്കുന്നില്ല ഒരാൾ, ഒന്നും കൂടെ പറഞ്ഞു നോക്കട്ടെ. ദേതു, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. പറ, റംദാനല്ലേ? ബൈ ബൈ. ഒരു ഫ്ലൈങ് കിസ് എല്ലാവർക്കും കൊടുക്കും. ഓക്കെ.